മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആരും തന്നെ ചിരിക്കാതെ ഈ സാധുവിന്റെ സഭയിലെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ അതിനുശേഷം അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. एक नाम सब जगह हमें सुनने को मिला, अदानी. ये नाम पूरे हिंदुस्तान में सब जगह अदानी 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 अदानी. और इस नाम के बारे में जब लोग बोलते थे मुझसे तो दो तीन सवाल पूछते थे. ये पूछते थे कि ये जो अदानी जी हैं ये किसी भी बिजनेस में घुस जाता है, ये सफलता प्राप्त कर जाता है, ये कभी फेल नहीं होता. और युवाओं ने मुझसे ये सवाल पूछा कि भाई ये हो क्या रहा है, हम भी सीखना चाहते हैं. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു പേര് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത് അദാനി അദാനി അദാനി. ഇന്ത്യയിലെ എല്ലായിടത്തും അദാനി അദാനി. ആളുകൾ ഈ പേരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ എന്നോട് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ അദാനിജി ഏതെങ്കിലും ബിസിനസ്സിൽ പ്രവേശിക്കുന്നു, അദ്ദേഹം വിജയം കൈവരിക്കുന്നു. യുവാക്കൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നു, സഹോദര എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അദാനിക്കെതിരെ തോന്നിയത് കുറച്ച് കാലമായിട്ട് 2014 മുതൽ ഈ രാഹുൽ ഗാന്ധി സഭ മുതല് സകല തെരുവോരങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ മോന്തക്കൊന്ന് കൊടുത്തുകൊണ്ട് അദാനിയെ പൊക്കിപ്പിടിക്കുക. അതിനു മുമ്പ് ഇതേ അദാനിക്കെതിരെ VD സതീശൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സമരത്തിനോട് ഗവൺമെന്റിനുള്ള സമീപനമാണ് വളരെ തെറ്റായ സമീപനം. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അദാനിയുടെ നിലപാടാണ് ഗവൺമെന്റിന്റെയും നിലപാട്. അദാനിയുടെ നിലപാട് എന്താണ്? ഈ പോർട്ട് പണിതത് കൊണ്ടല്ല തീരശോഷണം ഉണ്ടാകുന്നത്. തീരശോഷണം ഉണ്ടാകുന്നത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ്, അല്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ കേട്ടില്ലേ? അദാനി പോർട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഫുള്ള് പ്രശ്നമാണ് എന്ന് നിരന്തരം VD സതീശൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ഇതേ VD സതീശൻ കുറച്ച് മാസമല്ലേ UDF ഇപ്പോ കേരളത്തില് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ മാസം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളില് പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ VD സതീശനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്കോ ഞങ്ങൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ഇനി ഏത് മന്ത്രിമാരോട് എന്ത് ചോദിച്ചാലുമോ ഞങ്ങൾ കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോ പോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു നാടകം നടന്നല്ലോ. എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്ഘാടന മാമാങ്കം. നിങ്ങളതൊന്ന് കേട്ടോക്കൂ. ഇത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. അശ്വനി ഗുപ്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിൻ്റെ വികസന കവാടമാണെന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക്, നാടിൻ്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഞാൻ അദ്ദേഹം ഈ ഓപ്പറേഷൻസിനെ കുറിച്ചും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും എല്ലാം സംസാരിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. നിങ്ങളെ കേട്ടില്ലേ? അതായത് അശ്വനി ഗുപ്ത എന്നൊക്കെ വിളിച്ചു പറയുന്നത് ആരാണെന്നറിയോ? അദാനി ഗ്രൂപ്പിന്റെ പോർട്ടിന്റെ CEO. അതായത് അദാനി ഗ്രൂപ്പിലെ അദാനി അവിടെ കണ്ടേ ഉദ്യോഗസ്ഥനെ പോലും ആവുന്നത് പോലെ പ്രേരിപ്പിച്ചാണിപ്പോ സതീശൻ പോകുന്നത് മുന്നോട്ടേ. ഇതിന് നല്ലത് രാഹുൽ ഗാന്ധി ആരും കാണാതെ ഒന്ന് കൊടുക്കുന്നതായിരുന്നു. എന്നാൽ അത് രാഹുൽ ഗാന്ധിക്ക് ഇതിനേക്കാൾ അപമാനം വരില്ലായിരുന്നു. സകല മലയാളികൾ തിരിച്ചറിയാം, അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി ആവുന്നത് പോലെ പാടി നടക്കുക. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണയോടല്ല മുന്നോട്ട് വന്ന് അവിടെയുണ്ട് അദാനി പോർട്ട്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ അദാനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി മാത്രം സഭയിലൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞു നടക്കുക. ഈ അദാനി ചെയ്യുന്ന വികസനത്തിന്റെ, അതായത് ആരാന്റെ കുട്ടിയുടെ അപ്പനാവാനാണ് ഈ സതീശൻ ഇപ്പൊ തുനിഞ്ഞിറങ്ങിയത്. എന്ത് മാധ്യമങ്ങൾ ചോദിച്ചാലും ഞങ്ങൾ വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിച്ച അതേ സതീശൻ
ഈ പോർട്ടിന്റെ മൊത്തമായിട്ടുള്ളൊരു കയറ്റുമതി എന്നൊക്കെ പറഞ്ഞൊരു ഉദ്ഘാടനം അങ്ങ് വെച്ചിട്ട് നാണല്ലേ കഴിഞ്ഞ സർക്കാരുകള്. ഈ കഴിഞ്ഞ ഇടത് സർക്കാർ എന്ന് പറയുന്നതും അവര് പ്രതിപക്ഷത്തുള്ളവരും ഇതിനെ എതിർത്തതായിരുന്നു. അതേ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ എല്ലാ സമയത്തും ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇനി എന്റെ ലളിതമായിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട്. അതായത് UDF സർക്കാർ, അതേപോലെ തന്നെ കേരളം ഭരിച്ചിരുന്ന LDF സർക്കാരൊക്കെ വലിയ വികസന വിരോധികളാണ് എന്നുള്ളതാണ് നമ്മൾ തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇവിടെ PM ശ്രീ പദ്ധതി നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയിട്ട് ഇടുന്നതിന്, അതായത് വിദ്യാലയങ്ങളിൽ സാധാരണ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് PM ശ്രീ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു, രാജ്യത്തുടനീളം നടപ്പിലാക്കി. കേരളത്തിൽ മാത്രം ആ വികസനത്തിന് എതിരെ നിന്ന്. അതേസമയം കേന്ദ്ര സർക്കാരിന് രാജ്യത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് BJP കേരളത്തിൽ ഇതുവരെ ഇവിടെ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വികസനം UDF-ഉം LDF-ഉം അങ്ങ് ഉണ്ടാക്കണ്ട എന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കൽ പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ ഇതിനെ പിന്തുണച്ചതാ. കാരണം എന്താ? കേന്ദ്ര സർക്കാരിന് ഈ നാട് നന്നാവണമെന്നേ ഉള്ളൂ. അതിൽ പൊളിറ്റിക്സ് കലർത്തി തോന്നിവാസം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് കേന്ദ്ര സർക്കാരിനോ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കോ ഇല്ല. ഈ UDF-ന്റെയും LDF-ന്റെയും നയമായിരുന്നു BJP-ക്ക് എങ്കിൽ PM ശ്രീയൊക്കെ UDF-ഉം LDF-ഉം എതിർത്തതുപോലെ ഇതുപോലെ ഒരു പോർട്ട് വേണ്ട എന്ന് BJP തീരുമാനിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു പോർട്ട് വരുമോ? ഇത് സകല മലയാളികളും ചിന്തിക്കേണ്ടതാ. കേന്ദ്ര സർക്കാർ സകല ആനുകൂല്യങ്ങളും കോടിക്കണക്കിന് ഒരു ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുക. എന്നിട്ട് UDF ഊളത്തരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കേന്ദ്രമന്ത്രിയെ പോലും വിളിച്ചിട്ടില്ല. സുരേഷ് ഗോപിയെ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയെ, ഒരു കേന്ദ്രമന്ത്രിയെ ഈ UDF സതീശനൊന്നും ക്ഷണിച്ചിട്ട് പോലും. ഇവരുടെ ഒരു ഊളത്തര രാഷ്ട്രീയം സകല മലയാളികളും തിരിച്ചറിയണം. ഓരോ ആളുകളും തിരിച്ചറിയുക, UDF-ഉം LDF-ഉം ഒക്കെ വികസനത്തിന്, അതായത് BJP മോദി കൊണ്ടുവരുമോ, മോദിക്ക് പേര് കിട്ടുമോ എന്ന് കരുതിയിട്ട് പല പദ്ധതികളും ഇവർ എതിർത്ത് മലയാളികൾക്ക് ഒരുപാട് വികസനം നഷ്ടമായിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ UDF ആയിക്കൊള്ളട്ടെ LDF ആയിക്കൊള്ളട്ടെ കേരളം ഭരിക്കുന്നത് നാട് പുരോഗമിക്കുന്ന എന്തിനും അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക.